ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗ്രീൻ പീസ് കറിയാണ്. വളരെ ടേസ്റ്റിയായും സിമ്പിളായും നമുക്ക് ഗ്രീൻ പീസ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു 2-3 മണിക്കൂർ കുതിർത്തി വെച്ച ഗ്രീൻ പീസാണ്. ഇനി നമുക്കിത് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുക്കറിലാണ് ഇന്ന് ഗ്രീൻ പീസ് കറി തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് എല്ലാം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. 2 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു സവാളയും കൂടെ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേവാൻ വെക്കണം. ഒരു 6 വിസിലൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. ഈ സമയം കൊണ്ട് നമുക്ക് കറിക്ക് വേണ്ടി ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. കുറച്ച് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് പെരിഞ്ജീരകവും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പേസ്റ്റ് പോലെ. ഈ സമയം കൊണ്ട് നമ്മുടെ ഗ്രീൻ പീസും അതിന് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഇതാക്കിയാൽ മതി. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. അരപ്പ് കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇത് നമുക്കിതൊന്ന് തിളപ്പിച്ച് കൂടി എടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഒരു ചെറിയ താളിപ്പ് റെഡിയാക്കി എടുക്കാം. ഒരു ചട്ടി വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ട് വേണം. ഇനി നമുക്കിത് നമ്മുടെ ഗ്രീൻ പീസ് കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.